ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒമാനിലാണ്. നമ്മൾ ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വരുന്ന വഴിയിൽ ഒരു ഹോണ്ടഡ് ഹൗസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ ലോക്കൽസൊക്കെ പറയുന്നത് അവിടെ ആൾക്കാർ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പിറ്റേ ദിവസം തന്നെ ഓടി. കാരണം വെച്ചാൽ അവിടെ എന്തോ ഒരു ഭൂതം ഉണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അവിടെ ജീനി അങ്ങനെ എന്തോ ഉണ്ട് എന്നാണ്, പ്രേതവാദം ഉണ്ട് എന്ന് നമ്മൾ കുട്ടിച്ചാത്തെന്ന് പറയില്ലേ, അതേപോലെ അവർക്ക് ജീനിയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം ഡോൾഫിൻ വാച്ചിങ് സ്നോർക്കലിംഗ് അൽ റൗദ ബന്ദർഗാവിലാണ്. അപ്പോൾ അവിടെ നമ്മൾ ഡോൾഫിൻ വാച്ചിങ്ങിനാണ് പോകുന്നത്. അപ്പോൾ അത് കണ്ടോ, ഞങ്ങൾ പോകുന്ന വഴിക്ക് ഈ മ്യൂസിയമും ഉണ്ടാവും, ഒമാൻ പാലസും ഉണ്ടാവും, പിന്നെ വേറൊരു അൽ കബൂസ് എന്ന് പറഞ്ഞ വേറെ ഒരു പോർട്ടും ഉണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ മുന്നിലൊരു വണ്ടി നിങ്ങൾക്ക് മനസ്സിലായിരുന്നെങ്കിൽ അതിൻ്റെ പേര് നിങ്ങൾ കമൻ്റ് അടിക്കുക. മുന്നിൽ പോകുന്ന വണ്ടി കണ്ടോ, അത് ഏതാണെന്ന് നിങ്ങൾ കമൻറ്റിൽ പറയൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര മണ്ണും ഇതൊക്കെ ആയിട്ട് നല്ല വലിയൊരു മലയൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പിന്നെ സൈഡിൽ നല്ല പച്ചപ്പൊക്കെ ഉണ്ട്. ആ പച്ചപ്പ് അങ്ങ് വേഗം പോയി. അപ്പൊ ഗൈസ്, വലിയ മലകൾ കാണാൻ പറ്റും. നോക്കുന്നു, എന്ത് വലിയ മലകളാ നോക്കൂ. ഇപ്പൊ നമ്മൾ ഡോൾഫിൻ വാച്ച് പോവാണ്. ഇതോ എന്ത് രസമുള്ള വ്യൂ ആ നോക്ക്. നല്ല ഫ്ലാറ്റുകളൊക്കെ, പിന്നെ ഓരോ കടകള്. ഇങ്ങനത്തെ ഏരിയ പോവാന് ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്, മമ്മിയുടെ അടുത്ത് പ്രത്യേകിച്ച്. അപ്പൊ എത്തിന്ന് തോന്നുന്നു. എത്തി. ഈ കുറെ ഡോൾഫിൻസിനെ കാണണ്ടേ. അപ്പോൾ ഗൈസ്, മുന്നിലുള്ളതാണ് അൽ കബൂസ് പോർട്ട്. അത് നമ്മുടെ സുൽത്താൻ്റെ ഷിപ്പാട്ടോ. ഈ അൽ കബൂസ് പോർട്ട് നമ്മുടെ സുൽത്താൻ്റെ പേരിലാണ്. അപ്പോൾ നമ്മൾ സിറ്റിയിൽ നടുക്കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാറുകളും ഫ്ലാറ്റുകളും കടകളും മരങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ഒരു ചെറിയൊരു സിറ്റി കൂടെ ഇങ്ങനെ പോവാണ്. പക്ഷെ ചെറിയ സിറ്റി ആണെങ്കിലും കുറേ കാര്യങ്ങളുണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ. നിങ്ങൾ ആ ഷിപ്പ് കണ്ടില്ലേ, അത് നമ്മുടെ സുൽത്താൻ്റെ ആട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ അൽ കബൂസ് പോർട്ട് ക്രോസ് ചെയ്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ രാജസ്ഥാനിലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു സിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറേ ദൂരം റോഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും ഏതെങ്കിലും ഒരു സിറ്റി വരും. അതുപോലെ തന്നെ അതേ ഒരു ഇതാണ്, എന്താ പറയുക, ജിയോഗ്രഫിക്കൽ ഇതാണ് അവിടുത്തെയും. അപ്പോൾ നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ് അൽ റൗദ ബന്ദർഗാ ഡോൾഫിൻ വാച്ചിങ് ആൻഡ് സ്നോർക്കലിംഗ്. അപ്പോൾ നമ്മൾ ബോട്ടിന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് വെയിറ്റ് ചെയ്യാണ്. ആ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ പോർട്ടിൻ്റെ സൈഡിൽ ഇങ്ങനെ കണ്ടൊരു ഇതാണ് ഇടുന്നത്. അവിടെ ഒരു വലിയൊരു ഫിഷ്, ആ ഫിഷ് കുട്ടി ഫിഷുകളെ അറ്റാക്ക് ചെയ്ത് പിടിക്കാൻ നോക്കുന്നതാണ്. കണ്ടോ, ചെറിയ മീനുകൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂപ്പരവിടെ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ് പിടിക്കാൻ. ഈ മീനുകളെ അറ്റാക്ക് ചെയ്ത് പിടിച്ചാണ് മൂപ്പരവിടെ ഡിന്നറും ലഞ്ചും എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. ഇവർ വരാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അടുത്തോട്ട് നിൽക്കും. ആ നീളത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ. ഇത് ചെറിയ മീനുകൾ. ബാക്കി അവിടെ ഒരു നീളത്തിലൊരു നമ്മുടെ ക്രോക്കഡൈലിൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ അലിഗേറ്റർ ഗാർ നമ്മൾ കണ്ടിട്ടുണ്ടാകും, ഫ്രഷ് വാട്ടറിൽ വളർത്തുന്നത്. പക്ഷെ ഇത് അലിഗേറ്റർ ഗാർ അല്ല, ഇത് സീൽ സോൾട്ട് വാട്ടർ ആണല്ലോ. ഇത് സോൾട്ട് വാട്ടർ അലിഗേറ്റർ ഗാർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പേരെനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും ഈ അലിഗേറ്റർ ഗാറിൻ്റെ ഷേപ്പുള്ള ഈ ശ്രീമാൻ അവിടുത്തെ മീനുകളെല്ലാം പിടിച്ച് നിന്ന് സുഖമായിട്ട് ജീവിക്കുകയാണ്. അറ്റാക്ക് ചെയ്യുന്നത് കാണാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ ഇനി ബോട്ട് നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യുന്ന 1-2 പാസഞ്ചേഴ്സ് എത്തിയിട്ടില്ല. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ്. ആ വെയിറ്റിംഗ് സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണം. കണ്ടോ, ജസ്റ്റ് മിസ്. അപ്പോൾ നമ്മുടെ അലിഗേറ്റർക്കാരന് ഫിഷിനെ കിട്ടിയില്ല. അലിഗേറ്റർക്കാരൻ നല്ലോണം ട്രൈ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വന്ന സമയത്ത് ഫസ്റ്റ് എന്നെ ഒരു അറ്റാക്ക് ചെയ്തപ്പം മൂപ്പർക്ക് ഒരു മീനിനെ കിട്ടിയിരുന്നു. പക്ഷേ നമുക്ക് വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല ഗൈസ്.
ക്യാമറയൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും അറ്റാക്കും കഴിഞ്ഞു, തീറ്റയും കഴിഞ്ഞു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു കേട്ടോ. ഇവർക്ക് ചെറിയൊരു സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഇവരുടെ കളറ് ആ ലൊക്കാലിറ്റിക്ക് അനുസരിച്ച് അവർ മാറും. ഇപ്പോൾ ഈ കല്ലിൻ്റെ മുകളിലായതുകൊണ്ട് ഈ കല്ലിൻ്റെ കളറ് കുറച്ച് ആ വെള്ളത്തിൻ്റെ ആ ബ്ലൂ ആയിട്ട് കാണുന്ന ഭാഗത്തേക്ക് പോകുമ്പോൾ അവരുടെ സ്കിന്നിൻ്റെ ഷേപ്പ് കളറ് ആ കളറായി മാറും. അപ്പോൾ അതായത് ഇവർക്ക് കളറ് മാറാനുള്ള ഒന്നിനുമാതിരി കളർ മാറാനുള്ളൊരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ പക്ഷേ ക്യാമറ വീഡിയോ എടുക്കുമ്പോൾ അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. നമുക്ക് കണ്ണും കൊണ്ട് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇവിടുന്ന് ആ ബ്ലൂ ഏരിയയിലേക്ക് പോകുമ്പോൾ അവർ ബ്ലൂ ആവും. അവിടുന്ന് ഇങ്ങോട്ട് ഈ കല്ലുള്ള ഏരിയയിലേക്ക് കയറുമ്പോൾ അവർ കല്ലിൻ്റെ കളറായി മാറും. നമ്മുടെ 2-3 പാർട്ട്നേഴ്സ് വരാണ്ട് അതുവരെയുള്ള വെയിറ്റിങ്ങിൽ എടുത്ത വീഡിയോ ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കണ്ടോ അപ്പോൾ കല്ലിൻ്റെ ഒരു കളർ കാണുന്നുണ്ടോ മേത്തേക്ക്, ഒരു ബ്രൗണിഷ് കൂടിയ കളറ്. നല്ലോണം പിടിക്കാൻ മൂപ്പർ ശ്രമിക്കുന്നുണ്ട്. അതാ പിടിച്ചു, ഒരാളെ പിടിച്ചു ഗൈസ്. അപ്പോൾ അങ്ങനെയാണ് മൂപ്പരെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് ഇടവേളകൾ ആനന്ദകരമാക്കി ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ. ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങി ബോട്ടിലേക്ക് പോവാണ്. ഇതാ മമ്മിയും സച്ചുവും പൊന്നും കൂടെ ബോട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. മുമ്പിൽ പോകുന്ന ടീമാണ് നമ്മുടെ കൂടെ ഇതിന് വരുന്നത്, ഡോൾഫിൻ വാച്ചിങ്ങിന്. അപ്പോൾ ഫുൾ എക്സൈറ്റഡ് ആണ് ഞങ്ങൾ ഡോൾഫിൻസിനെ കാണാൻ വേണ്ടി. നമ്മുടെ കാലിക്കറ്റ് ബേപ്പൂരിലും ഡോൾഫിൻ വാച്ച് ഉണ്ടായിരുന്നു, പോയായിരുന്നു. അവിടെയും ഞങ്ങൾ കണ്ടായിരുന്നു. പക്ഷെ അവിടെ കണ്ടതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് അധികം ഡോൾഫിൻസാണ് ഇവിടെ ഉള്ളതെന്നാണ് മമ്മി പറഞ്ഞത്. പിന്നെ മമ്മി എന്ന് പറയുന്നത് സച്ചുവിൻ്റെയും പൊന്നുവിൻ്റെയും മമ്മീനെ ആട്ടോ പറയുന്നത്. മമ്മി ഓൾറെഡി അവിടെ ഡോൾഫിൻ വാച്ചിങ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം മമ്മി ബേപ്പൂരും വന്നിട്ടുണ്ടായിരുന്നു ഡോൾഫിൻ വാച്ചിങ്ങിന്. മമ്മി അവിടെ കണ്ടതിനേക്കാളും കുറേ കൂടുതലുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം ഗൈസ്. ഇതൊക്കെയാണ് ബോട്ടുകൾ. നമ്മൾ ആളുടെ എണ്ണം അനുസരിച്ച് ബോട്ടുകൾ വലുതും ചെറുതും എല്ലാം ഉണ്ട്. ഇതുകൊണ്ടോ വലിയ പോർട്ടാണ്. അത് പോർട്ടിന് ഹിന്ദിയിലും അറബിയിലും ഒക്കെ ഒരേ വേർഡാണ്, ബന്ദർഗാ. അപ്പോൾ നമ്മുടെ ബോട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്ത് 2 ഡബിൾ എൻജിനൊക്കെ ആയിട്ടാണ് പോകുന്നത്. എങ്ങനെയുണ്ട് ഗൈസ് നമ്മുടെ ബോട്ട്? ഇതാ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ പോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി സീയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോർട്ടുകളൊക്കെ കണ്ടാൽ എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മൾ ബീച്ച് കടലിൻ്റെ ഭാഗത്തുനിന്ന് ഉള്ളിലോട്ട് പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയൊരു KSRTC ബസ് സ്റ്റാൻഡൊക്കെ കയറ്റുന്നിലേക്ക് അതുപോലത്തെ ഒരു ഏരിയയാണ്. വണ്ടികൾ നിർത്താനും തിരിക്കാനും പാർക്ക് ചെയ്യാനും ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലമാണ്. അതിന് ഇവർ പറയുന്ന പേരാണ്, അറബിയിലും ഹിന്ദിയിലും ഒരേ പേരാണ്, ബന്ദർഗാ. അൽ റൗദ ബന്ദർഗ എന്നാണ് നമ്മുടെ ഈ പോർട്ട്. ഇത് അവിടുത്തെ ഏതോ രാജകുടുംബത്തിലെ ആൾക്കാരുടെ ഷിപ്പാണ്. ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ നിന്നാണ് പണി കഴിപ്പിച്ച് പോകുന്നത്, ഈ പ്രത്യേകിച്ച് ഈ മോഡൽ ഷിപ്പുകൾ. ബാക്കി ഇതൊക്കെ ഫൈബർ ബോട്ടുകളാണ്, അതൊന്നും അല്ല. ഈ മരത്തിൽ പണി കഴിപ്പിച്ചെല്ലാം നമ്മുടെ ബേപ്പൂര് കലാസിമാർ ഫേമസ് ആണ്. നമ്മുടെ ബേപ്പൂര് ഈ ബോട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഓൾമോസ്റ്റ് എല്ലാ അറേബ്യൻ കൺട്രീസിലേക്കും, കുവൈത്ത്, സൗദി, ദോഹ, ഖത്തർ എല്ലാവരിലേക്കും നമ്മുടെ ബേപ്പൂരിൽ നിന്നാണ് ഈ ഉരുക്കൾ ഉണ്ടാക്കി കൊണ്ടുപോകാറ്. അതിലൊന്നിനെയാണ് നിങ്ങൾക്ക് കാണിച്ചത്. ഇതൊക്കെ ഫൈബർ മെയ്ഡഡ് ബോട്ടുകളാണ്. അപ്പോൾ നമ്മൾ സീയിലേക്ക് ഇറങ്ങി ഗൈസ്. ഇറങ്ങുമ്പോൾ തന്നെ ഫ്രണ്ടിൽ വലിയൊരു പാറക്കല്ലാണ് കാണാനുള്ളത്. ഇപ്പോൾ കുറേ ഉള്ളിലോട്ട് ബോട്ടാണ്. ബോട്ടിൽ കുറേ കടലിൻ്റെ നടുവിലോട്ട് ചെല്ലുമ്പോൾ അവിടെ ആ ഒരു ഏരിയയിൽ മാത്രമേ അവരുള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഡോൾഫിൻസാണ്. ഡോൾഫിൻസ് ഈ ബോട്ട് വരുമ്പോൾ അവർക്ക് ഭയങ്കര ആഹ്ലാദമാണ്. നമുക്ക് നേരിട്ട് പോയി കാണാം അവരെ. നല്ലൊരു അനുഭവമാണ് ഗൈസ് നമ്മൾ കടലിലൂടെയുള്ള ഒരു യാത്ര. സച്ചു ഒക്കെ ഫുൾ എക്സൈറ്റഡ് ആണ്. നല്ലൊരു സൂപ്പർ യാത്രാനുഭവമായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് ഡോൾഫിനെയൊക്കെ കാണാം. നിങ്ങൾക്കിത് നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിയുന്നത്ര കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് എടുത്തിട്ടുണ്ട്. നമ്മുടെ കൂടെ ഒരു യൂറോപ്യൻ ഫ്രണ്ടും ഉണ്ട്, പിന്നെ ഒരു തമിഴ് ഫാമിലിയാണ് ഉള്ളത്. ഇത്രയും ആൾക്കാരാണ് ഞങ്ങൾ ഇതിലേക്ക് വന്നത്. മമ്മിയൊക്കെ ടിക്കറ്റ് റീസടിച്ച് എൻജോയ് ചെയ്യുകയാണ്.
ഓക്കെ ഗൈസ്, ഡബിൾ എൻജിൻ കണ്ടോ എത്ര പവർഫുള്ളാണ്, നല്ല സ്പീഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കടലിൻ്റെ നടുവിലേക്ക്. അവിടെ ചെന്നിട്ട് നമുക്ക് ഡോൾഫിൻസിനെ കാണാം. ഓക്കെ ഗൈസ്, നമ്മൾ ഡോൾഫിനെ കാണാൻ വന്നു. അതൊരു ഡോൾഫിൻ കണ്ടോ, ദൂരെ ഓരോന്നിങ്ങനെ പോവും. ഇങ്ങനെ ഡോൾഫിൻ വാച്ച് പോകുമ്പോ നല്ല രസം. ഇങ്ങനെ ഡോൾഫിൻസ് ചാടി കളിക്കുക, ഷോ പോലെ. ഈ വെള്ളമൊക്കെ ബ്ലൂ ആയിട്ട് ഡോൾഫിൻസ് അവിടെ ഒരെണ്ണം ചാടി കളിക്കുന്ന കണ്ട് തോന്നുന്നു. അവിടെ ഒരെണ്ണം കണ്ടോ, കൊറേ എണ്ണം ഉണ്ട് ഇവിടെ. ഇതാ അടുത്തുനിന്ന് വരെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇതാ അവിടെ 2 എണ്ണം പോയിരുന്നു, ഒരു 3 എണ്ണം പോയി അവിടെ. ഇതാ അവിടെ കൊറേ എണ്ണം ചാടി കളിക്കുന്നുണ്ട്. പിന്നെ അപ്പൊ ഗൈസ്, നിങ്ങൾ ഡോൾഫിൻസിനൊക്കെ കണ്ടില്ലേ? എന്താലേ, നമ്മൾ വരുമ്പോ അവർക്കൊരു പ്രത്യേക ഒരു എനർജിയാ. കണ്ടോ എത്രണ്ണാണ് ഇങ്ങനെ ചാടുക. ഇവര് നോർമലി ഇങ്ങനെയല്ല ചാടുകയൊക്കെ. അവര് മല്ല ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫിന്നൊക്കെ കാണിച്ചേ പോളൂ. പക്ഷെ നമ്മൾ വരുമ്പോൾ അവർക്കൊരു പ്രത്യേക ഒരു ഭയങ്കര ഒരു ഉന്മേഷം, എനർജി. അപ്പോൾ ദൂരെ ഒരു ബോട്ട് കണ്ടില്ലേ, അതും നമ്മുടെ അൽ റൗദ ബന്ദർഗാഹ് തന്നെയാണ്. ഡോൾഫിൻ വാച്ചിങ്ങിന് തന്നെ വന്നതാണ്. അപ്പോൾ കണ്ടോ, ഇവർക്ക് പ്രത്യേക ഒരു എനർജിയാണ്. എത്ര ഡോൾഫിൻസ് ആണ് ഗൈസ്. സ്കൈ ലൈനിൽ കാണുന്നതൊക്കെ മലകള, ഇവിടെ ഈ കാണുന്നതെല്ലാം ഡോൾഫിൻസ്. ഒരു പ്രത്യേക ഫീലാണ് അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. അവർ നമ്മളെ കാണിക്കാൻ വേണ്ടിയെന്ന് പോലെ ചാടി ചാടി കളിക്കുകയാണ്, നമ്മുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി. അല്ലാതെ ഇപ്പം എന്താ പറയുക, വേറെ ആനിമൽസിനെ മാതിരി നമ്മൾ ഫുഡോ എന്തെങ്കിലും കൊടുക്കുന്നതുകൊണ്ടൊന്നുമല്ല. ഇവർ മനുഷ്യനെ കാണുമ്പോൾ ഇവർക്ക് ഭയങ്കര ഒരു എനർജി. കണ്ടോ ചാടുന്ന, എന്താ ചാട്ടുന്നത് കണ്ടോ, തുള്ളി തുള്ളി എത്ര ഹൈറ്റിലാണ് ചാടുന്നതെന്നറിയോ. നല്ലൊരു ഫീലാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും അവസരം കിട്ടുകയാണെങ്കിൽ ഒമാനിലൊക്കെ പോകുമ്പോൾ മസ്കറ്റിൽ അൽ റൗദ ബന്ദർഗയിൽ പോയി ഡോൾഫിൻ വാച്ച് ചെയ്യണം. അത്ര സൂപ്പർ. ലൈഫിൽ ഇതൊക്കെ മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഗൈസ്. ഇതൊക്കെ പ്രകൃതിയുടെ ഈ സൗന്ദര്യം, പ്രകൃതിയുടെ ഈ വരദാനം, ഇതെല്ലാം ഒന്ന് കണ്ണുകൊണ്ട് കാണുക വേണം. അപ്പോൾ എല്ലാവർക്കും അവസരം കിട്ടുകയാണെങ്കിൽ എന്തായാലും പോയി കാണണം.
ഹലോ ഗായ്സ്, അപ്പോൾ നിങ്ങൾ നല്ലോണം ഡോൾഫിനെ വാച്ച് ചെയ്ത് എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ ക്യാമറ നല്ലോണം സൂം ചെയ്ത് പിടിച്ച് ബാലൻസ് ചെയ്യാൻ ആ ബോട്ടിൻ്റെ ആട്ടവും എല്ലാം കൂടെ നല്ല ഒരു കഷ്ടപ്പാടാണ് ഇത് പിടിക്കാൻ. അതുകൊണ്ടാണ് ചില സമയത്ത് നമ്മൾ സൂം ചെയ്ത് പിടിക്കുമ്പോൾ സ്കൈയിലേക്ക് ആയി പോകുന്നതും ഡൗണിലേക്ക് ആയി പോകുന്നതൊക്കെ. തെറ്റുകളെല്ലാം ഒന്ന് ക്ഷമിക്കണം. കുറച്ച് റിസ്കി സംഭവമാണ്. ബോട്ടിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് അതിൻ്റെ ബാലൻസ് ചെയ്ത് ക്യാമറ പിടിക്കാൻ നല്ല പണിയാണ്. കാരണം ഒരു ക്ലിക്ക് മിസ്സായി പോയി കഴിഞ്ഞാൽ ക്യാമറ വെള്ളത്തിൽ പോകും. അതുകൊണ്ടാണ് നിങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തു. എന്തായാലും ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു ഈ ബോട്ടിങ്. പിന്നെ നമ്മളിവിടുന്ന് നേരെ പോകുന്നത് ഒരു ലക്ഷറി ഹോട്ടലിൻ്റെ പ്രൈവറ്റ് ബീച്ചിൻ്റെ സൈഡിൽ കൂടെയാണ്. ചെന്നിട്ട് നമ്മൾ ഒരു കടലിൻ്റെ നടുവിലേക്കൊരു വലിയൊരു പാറേൻ്റെ ഒരു എക്സ്റ്റൻഷൻ, ഒരു മല പോലെ എക്സ്റ്റൻഷൻ, അതിൻ്റെ നടുവിലൊരു റാ പോലുള്ള ഒരു കവാടം, അതിലൊക്കെ കൂടെയൊക്കെയാണ് നമ്മൾ കണ്ടോ. അത് കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ഹോട്ടലാണത്. പിന്നെ നമ്മൾ ആ ദൂരെ കാണുന്നുണ്ട്, അതൊരു കടലിൻ്റെ നടുവിലോട്ടുള്ളൊരു എക്സ്റ്റൻഷൻ പോലെയാണ് ആ മല നിൽക്കുന്നത്. അതിനൊരു ലയൺ ഷേപ്പ് മല എന്ന് പറയും. അവിടെ ആൾക്കാർ പ്രൈവറ്റ് ആയിട്ടുള്ള ബീച്ചാണ്. അവിടെ ആൾക്കാർ സ്വിം ചെയ്യുന്നുണ്ട്, ബോട്ടിംഗ് ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്, എല്ലാം അവരുടെ പ്രൈവറ്റായിട്ട് ചെയ്യുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അത് ഒരു പ്രൈവറ്റ് ഹോട്ടലാണ്, 5 സ്റ്റാർ ഹോട്ടലാണ്. അതിൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള ബീച്ചുമാണ് കേട്ടോ. ഇത് ഈ മല ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നടുവിലൊരു ആർച്ച് അതിലൂടെ ക്രോസ് ചെയ്യും. പിന്നെ കുറച്ചുകൂടെ അപ്പുറത്ത് ചെല്ലുമ്പോൾ ഒരു ലയൺ വെള്ളം കുടിക്കുന്ന മാതിരി, ടൈഗർ വെള്ളം കുടിക്കുന്ന മാതിരി ഷേപ്പുള്ളൊരു മലയുണ്ട് അതിൻ്റെ അപ്പുറത്ത്. ഇതെല്ലാം നമ്മളെ കാണിച്ചിട്ടാണ് റിട്ടേൺ നമ്മൾ പോർട്ടിലേക്ക് പോകുന്നത്. എങ്ങനെയുണ്ട് ഗൈസ്? വാട്ട് എ വ്യൂ അല്ലേ! ഒരു സൂപ്പർ ഫീലിംഗ് ആണ്. അത് നമ്മളവിടെ പോയി തന്നെ അറിയണം. ഇതാ അപ്പോൾ നിങ്ങൾ നമ്മൾ എവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക പോകുന്ന വഴിയിലാണ് ആ ടൈഗർ വെള്ളം കുടിക്കുന്നത് പോലെയുള്ളൊരു ഇത് വരും. കണ്ടോ ഗൈസ്? എല്ലാം ഇങ്ങനത്തെ എന്താ പറയുക കുന്നുകളാണ്, ഒരു പുല്ല് പോലും ഇല്ലാത്ത കുന്നുകളാണ് ഇവ. എന്നാൽ ഇത്ര വെള്ളം ഇതിൻ്റെ കരയ്ക്കുണ്ട് താനും. അത്ഭുതമാണല്ലേ, പ്രകൃതിയുടെ ഓരോ അത്ഭുതങ്ങൾ. ഇത്രയും വെള്ളമുള്ള ആ അടുത്ത കുന്നുകളെല്ലാം മൊട്ടയായിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പുല്ല് പോലും മുളയ്ക്കാതെ. അത് ഡെസേർട്ട്, ഇത് കടൽ. ഈ വെള്ളം കൊണ്ടൊന്നും ഒരു ഉപയോഗമില്ലാതായി പോവാണ്. ആ കാണുന്നതാണ് നമ്മുടെ ടൈഗർ വെള്ളം കുടിക്കുന്ന മാതിരിയുള്ള ഇതപ്പോൾ നമ്മൾ പോർട്ടിലേക്ക് കയറുകയാണ്. അപ്പോൾ നമ്മുടെ ബോട്ട് മെല്ലെ മെല്ലെ പോർട്ടിൻ്റെ ഉള്ളിലേക്ക് അൽ റൗദ ബന്ദർഗാഹിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞു. നല്ല അമേസിങ് ട്രിപ്പായിരുന്നു. നിങ്ങളും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. കഴിവിൻ്റെ പരമാവധി ഞാനത് പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ക്യാമറയിൽ. ഇതാണ് നമ്മുടെ പൈലറ്റ് നല്ല പറയുക, പൈലറ്റ് പ്ലെയിൻ പത്താണെന്ന് നമ്മുടെ ബോട്ട്. ഇതിലായിരുന്നു നമ്മൾ പോയി യാത്ര ചെയ്ത്. കണ്ടോ സച്ചുട്ടൻ പറയുന്നതല്ല നമ്മുടെ ബോട്ട്. അത് കഴിഞ്ഞ് നമ്മളിപ്പം തിരിച്ച് പോർട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് പോർട്ടിലേക്ക്. ഇനി നമ്മൾ പോർട്ടിൽ ഡയറക്റ്റ് പോകുന്നത് ഇവിടുത്തെ സുൽത്താൻ്റെ പാലസിലേക്കാണ്. പാലസിൻ്റെ ഉള്ളിലേക്കൊന്നും കയറ്റില്ല, പുറത്തുള്ള ഗാർഡനും പാലസിൻ്റെ പുറത്തുള്ള വ്യൂ എല്ലാം നമുക്ക് കാണാൻ പറ്റും. കാരണം സുൽത്താൻ അവിടെ താമസിക്കുന്ന സ്ഥലമാണ്. അത് ഒരു ടൂറിസ്റ്റ് വിസിറ്റിന് ഉള്ള പ്ലേസ് അല്ല, നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് കവാടം. ഇവിടെ നിങ്ങൾക്ക് ആരും കാണാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷേ ഈ 2 സൈഡിലും അണ്ടർഗ്രൗണ്ട് പോസ്റ്റ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ സോൾജേഴ്സ് ഉണ്ട്. അവർ നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക 24 hours. എവിടെയും പുറത്തൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ അണ്ടർഗ്രൗണ്ടിലേക്ക് പുറത്തേക്ക് വ്യൂ ഉള്ള പല പോസ്റ്റുകളും ഈ ഏരിയയിലുണ്ട്. അവർ സോൾജേഴ്സ് നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. സച്ചോട്ടൻ ഇങ്ങനെ സുഖമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ഭംഗിയിലാണ് അവിടുത്തെ ഫ്ലോറിംഗ് ഒക്കെ, കണ്ടോ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ഒമാൻ പാലസിലാണ്. ഇവിടെയാണ് ഒമാനത്തെ രാജാവ് ഉണ്ടാവുക. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഈ പാലസ്. അപ്പോൾ ഗൈസ്, എന്ത് ഭംഗിയല്ലേ! ഈ മരമൊക്കെ നോക്കൂ, നല്ല ഭംഗിയുണ്ട്. ഈ
ഈ പ്ലാന്റ്സ്, ഈ മരങ്ങളിലാണ് ഈ കുറേ ജീവജാലങ്ങളൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ